ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിലെ വളരെ സീനിയർ റിപ്പോർട്ടറാണ്. അദ്ദേഹം ദൂരദർശനിലൂടെയാണ് മാധ്യമരംഗത്തേക്ക് വരുന്നത്. ദൂരദർശനിലുണ്ടായിരുന്നു. പിന്നെ 24 ആയപ്പോൾ അദ്ദേഹത്തിന് SKN വലിയ അവസരം കൊടുത്തു. 24 SKN പോലെ വലുതായിട്ട് വളരാനൊക്കെ പുള്ളിക്ക് പറ്റി. അതിനിടയിൽ പുള്ളി വളരെ കൃത്യമായി വിവാദങ്ങൾ, നിശ്ചിത ഇടവേളകളിൽ വിവാദങ്ങൾ ഉണ്ടാക്കും. ആ വിവാദങ്ങളിലൂടെയാണ് അരുൺ വളർന്നു വരുന്നത്. ഒന്നാമതുണ്ടാക്കിയ ഒരു വിവാദം എന്ന് പറയുന്നത്, എന്നെ സാർ എന്ന് വിളിക്കരുത്, അരുണെ എന്ന് വിളിച്ചാൽ മതി എന്ന് കുട്ടികളോട് പറഞ്ഞൊരു വിവാദം. വലിയ വിവാദം ഉണ്ടാക്കുന്ന ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞ് നമ്മുടെ പഴയിടം തിരുമേനിയുടെ, മോഹനൻ തിരുമേനിയുടെ ഈ പായസത്തെയും വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്നതിനെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് നോൺ വെജ് കൊടുക്കണം എന്ന് പറഞ്ഞ്, സ്കൂളുകളിൽ നോൺ വെജ് കലോത്സവത്തിന് നോൺ വെജ് കൊടുക്കണം, ലക്ഷക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാക്കി. അങ്ങനെ ശിവൻകുട്ടിയൊക്കെ ആ ട്രാപ്പിൽ വീണു. അടുത്ത വർഷം തൊട്ട് ചിക്കൻ ബിരിയാണി കൊടുക്കും ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ഒരു വർഷത്തിലേക്ക് അദ്ദേഹം മാറി, പഴയിടം മാറി. പിന്നെ വലിയ വിവാദമായി, കണ്ണീരായി കരച്ചിലായി അദ്ദേഹം തിരിച്ചു വന്നു. പഴയതുപോലെ മെനു ഇത് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. ഷംസീർ അടക്കമുള്ള സ്പീക്കർ ഷംസീർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു, എന്തിനാണ് അങ്ങനെ ഒരു പിടിവാശി, കുഴിമന്തിയൊക്കെ കൊടുക്കണമെന്ന്, വെജിറ്റേറിയൻ ഫുഡല്ലേ നല്ലതെന്ന് പറഞ്ഞ് അവസാനം വെജിറ്റേറിയനിലേക്ക് തന്നെ പോയി. അത് കഴിഞ്ഞ് അടുത്ത ഉടനെ തന്നെ ഇയാൾ കുത്തിത്തിരിപ്പ്. ഇയാൾ ഓരോ പ്രാവശ്യം ഓരോ കുത്തിത്തിരിപ്പുമായിട്ട് വരും. ഇപ്പം അദ്ദേഹം വന്നിരിക്കുന്ന കുത്തിത്തിരിപ്പ് എന്തെന്ന് കഴിഞ്ഞാൽ, മെഴുകുതിരി കത്തിക്കുന്നതും പുണ്യാളനാകുന്ന കുത്തിത്തിരിപ്പാണ് വന്നിരിക്കുന്നത്. എന്തൊരു കുത്തിത്തിരിപ്പുകാരനാണ് ഇദ്ദേഹം. ഇപ്പം അച്യുതാനന്ദനെ, VS അച്യുതാനന്ദനെ കേരളം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്, മുഖ്യമന്ത്രിയാണ്, പ്രതിപക്ഷ നേതാവാണ്. വലിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ കുറേ കർഷക തൊഴിലാളികളെയും യുവാക്കളെയും ചെറുപ്പക്കാരെയും പട്ടികജാതി പട്ടികവർക്കാരെയും എല്ലാം സംഘടിപ്പിക്കാൻ നടന്ന ആളാണ്. അതെല്ലാം സമ്മതിച്ചു. പക്ഷേ അദ്ദേഹം മരിച്ചു പോയതിനു ശേഷം അവിടെ ആളുകൾ മുദ്രാവാക്യം വിളിച്ചില്ലേ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. എങ്ങനെയാണ് ഞങ്ങളിലൂടെ ജീവിക്കാൻ പറ്റി? ചത്തുപോയാൽ പിന്നെ ഡെഡ് ബോഡിയല്ലേ, മരിച്ചങ്ങ് പോകില്ലേ? ജീവിക്കുന്നു ഞങ്ങളിലൂടെ, അത് ഓർമ്മകളിലൂടെയാണോ എന്താണ്? പിന്നെ അതുപോലെ തന്നെ അവിടെ ഇന്നലെ അടക്കം കഴിഞ്ഞതിന് ശേഷം, 23 അടക്കം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ചുടുകാടിൽ പോയി എത്രയോ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ പോയി അവിടെ തൊഴുന്നു. എന്തെല്ലാം ചെയ്യുന്നു അവിടെ. അപ്പോൾ അതിനെയൊക്കെ കുറ്റം പറയാൻ തുടങ്ങുമോ? മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കടുകട്ടി ക്രിസ്ത്യാനി വിശ്വാസിയായിട്ടുള്ള, എല്ലാ ദിവസവും കഴിയുന്നത്ര എല്ലാ ദിവസവും, പുതുപ്പള്ളിയിലുള്ള എല്ലാ ദിവസവും ഒരു ഞായറാഴ്ച പോലും മുടക്കാതെ എല്ലാ ഞായറാഴ്ചകളിലും പുതുപ്പള്ളി പള്ളിയിൽ പോകുന്ന ആളാണ് കുഞ്ഞുഞ്ഞ്. ഞായറാഴ്ച ഉണ്ടോ കുഞ്ഞുഞ്ഞ് പുതുപ്പള്ളി പള്ളിയിൽ ചെന്നിരിക്കും. അത് വളരെ കൃത്യമാണ്. അദ്ദേഹം അസുഖമായി കിടന്ന കാലമൊഴിച്ചാൽ മുഴുവൻ ഞായറാഴ്ചകളിലും അദ്ദേഹം പുതുപ്പള്ളി പള്ളിയിൽ ഉണ്ടായിരിക്കും കുർബാനയ്ക്ക്. അത്ര രീതിയിൽ വലിയ വിശ്വാസിയായിട്ടുള്ള ഒരു കുടുംബത്തിലെ ആൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് പുണ്യാളനാക്കുകയോ അദ്ദേഹം മെഴുകുതിരി കൊളുത്തുകയോ ആളുകളോട് പോവുകയോ അദ്ദേഹത്തെ ദൈവാക്കുക, അതൊക്കെ ജനങ്ങൾക്ക് വിടുക. നിങ്ങളാരാണ് ഇതൊക്കെ കമ്പയർ ചെയ്യാൻ? VS അച്യുതാനന്ദനെതിരെ അനുകൂലമായി VS അച്യുതാനന്ദൻ്റെ ഡെഡ് ബോഡി പോയപ്പോൾ, അല്ലെങ്കിൽ മൃതശരീരം കൊണ്ടുപോയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ആ ആളുകളിൽ മഹാഭൂരിപക്ഷവും പാർട്ടിക്കാരാണ്. അതേസമയം ഉമ്മൻചാണ്ടി അന്തരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഡെഡ് ബോഡി തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോയപ്പോൾ മുഴുവൻ ജനങ്ങളിൽ പകുതിയിലധികം പേര് കോൺഗ്രസ്സുകാരല്ല. നിങ്ങൾ മനസ്സിലാക്കുക, കോൺഗ്രസ്സുകാർ വന്നാൽ ഇത്ര ആൾക്കൂട്ടം വരാൻ സാധ്യതയില്ല. പക്ഷേ പാവപ്പെട്ട ജനങ്ങൾ ഒരുപാട് ഒഴുകിയെത്തി. ഇതും കൂടെ നിങ്ങൾ കാണണ്ടേ? അപ്പോൾ എന്തായാലും അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടുണ്ടോ? EMSൻ്റെ മരണത്തിനോട് വലിയ ജനസംഖ്യ ഉണ്ടായിരുന്നു, നയനാരുടെ മരണങ്ങൾ സംഭവിക്കുക അങ്ങനെയാണ്. ഇപ്പം പിണറായി വിജയൻ മരിച്ചു പോയാൽ നാളെ വലിയ തോതിലായിരിക്കും ജനങ്ങൾ ഒഴുക്ക്. അതങ്ങനെയാണ്, അവർക്ക് പാർട്ടി സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ ബിനോയ് വിശ്വം മരിച്ചു പോയാൽ നല്ല ഒഴുക്കായിരിക്കും. ഇപ്പോൾ കാനം രാജേന്ദ്രൻ മരിച്ചപ്പോൾ തിരുവനന്തപുരം മുതൽ കാനം വരെ, അദ്ദേഹത്തിൻ്റെ നാട് വരെ, പിന്നെ കോട്ടയം കാനം വരെ കൊണ്ടുപോകുന്നത് വരെ എന്തുണ്ടായിരുന്നു? ആൾക്കാർ, ഇരുവശത്ത് നിന്ന് ആൾക്കാർ അവരെ പുഷ്പമൊക്കെ അർപ്പിക്കാനും കാണാൻ, ഡെഡ് ബോഡി കാണാനും മൃതശരീരം കാണാനൊക്കെ നിൽക്കും. അത് ഓരോ പാർട്ടിക്കും ഓരോരുത്തർക്കും. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ എത്ര ലക്ഷമായിരുന്നു ജനങ്ങൾ. പിന്നെ മഹാത്മാഗാന്ധി മരിച്ചപ്പോൾ ഇന്ത്യയിൽ എത്ര കോടികളായിരുന്നു ജനങ്ങൾ. അങ്ങനെ സംഭവിക്കും. അപ്പോൾ അത് വച്ചിട്ട് ബഹളമൊന്നും വാജ്പേയി മരിച്ചപ്പോൾ അങ്ങനെ ഓരോ വലിയ വലിയ നേതാക്കൾ മരിക്കുന്നതനുസരിച്ച് ആളുകൾ കൂടും, ബഹളമുണ്ടാക്കും. അവരവരുടെ ചടങ്ങുകൾ നടക്കും. ആചാരത്തിൽ വിശ്വസിക്കുന്നവരുടെ ചടങ്ങ് ആചാരത്തിൽ നടക്കും, യുക്തിവാദികളുടെ ചടങ്ങ് അങ്ങനെ നടക്കും. അതിപ്പോൾ കല്യാണമായാലും മരണമായാലും അങ്ങനെ തന്നെയാണ്. ഇതിനെല്ലാം കൂട്ടിക്കെട്ടി കമ്പയർ ചെയ്ത് പരിപാടിയിട്ട് നിങ്ങൾ റീച്ച് കൂട്ടരുത്. നിങ്ങൾ അശ്ലീലം പറഞ്ഞ്, വികൃതിത്തരം പറഞ്ഞ്, കുണ്ടണി പറഞ്ഞ്, കുശുമ്പ് പറഞ്ഞ് നിങ്ങൾ റീച്ച് കൂട്ടരുത്. നിങ്ങളുടെ പബ്ലിസിറ്റി അങ്ങനെ കൂട്ടേണ്ട ഒരു പബ്ലിസിറ്റിക്കാരനല്ല. നിങ്ങൾ പൊളിറ്റിക്സിൽ PhD എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങളൊരു കോളേജ് അധ്യാപകനായിരുന്നു. നിങ്ങൾ എന്ത് പഠിപ്പിച്ചിട്ടാണ് കുട്ടികൾക്ക് എന്ത് മെസ്സേജ് കൊടുക്കുന്നത്? നിങ്ങൾ കുതിരപ്പുറത്ത് കയറുന്നു, മുണ്ട് മടുത്തെടുക്കുന്നു, സിംഹത്തിൻ്റെ പുറത്ത്, അതെല്ലാം ചെയ്തോളൂ. അതെല്ലാം ചീപ്പ് പരിപാടികളാണ് അരുണേ. ഇതൊന്നും അല്ലൊരു നല്ല മാധ്യമപ്രവർത്തകനായിട്ട് ലോകം കാണുന്നത്. ഒരു കുതിരപ്പുറത്തും കയറാതെ എത്രയോ സീനിയറായിട്ടുള്ള
മാധ്യമപ്രവർത്തകർ ഇവിടെയുണ്ട്, വളരെ മനോഹരമായ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുതിരപ്പുറത്ത് കയറുക, തൊപ്പി വയ്ക്കുക, ആകെ ജഗപുകയാണ്. അതെല്ലാം നടത്തിക്കോളൂ. അതൊക്കെ നിങ്ങളുടെ ചീപ്പ് പബ്ലിസിറ്റിക്കും റീച്ചിനും വേണ്ടി നിങ്ങളുടെ ചാനലിൻ്റെ സംസ്കാരത്തെയും കുറിച്ച് ചിലപ്പോൾ അത് വിളിച്ചു ചോദിക്കും. പക്ഷേ അതേസമയം നിങ്ങൾ ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ കമ്പയർ ചെയ്ത് ശരിയായില്ല. ഉമ്മൻചാണ്ടി വേറൊരു ജനകീയ നേതാവ്, VS മറ്റൊരു തരത്തിലുള്ള നേതാവ്, രണ്ടും രണ്ട് തരത്തിലുള്ള നേതാക്കളാണ്. രണ്ടുപേർക്കും വലിയ ആൾക്കൂട്ടമാണ് അവരുടെ മരണത്തിന് പങ്കെടുത്തത്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ 2 വർഷമായിട്ടും ജനത്തിരക്ക് ഇപ്പോഴും തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ ആ രീതിയിൽ കാണുക, ഇതിനെ വേറെ രീതിയിൽ കാണുക. അതുകൊണ്ട് നമ്മുടെ അരുണെ നിങ്ങൾ ഒരുമാതിരി കണ്ണാപ്പിത്തരവും മുട്ടത്തരവും കാണിക്കരുത്. നിങ്ങളെ അല്ലെങ്കിൽ ആളുകൾ കളിയാക്കി വിളിക്കുന്നുണ്ട്, മുട്ടയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കും തലമുടിയില്ല, അതുകൊണ്ട് മുട്ടയെന്നൊന്നും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ താങ്കളുടെ സംഭാഷണം മുഴുവൻ മുട്ടത്തരവാണ്.